നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ വിഷു ആഘോഷങ്ങൾ പെരുമഴയാക്കാൻ നാടും നഗരവും. കർഷക പ്രസ്ഥാനത്തിന്റെ സമരക്കാരനും പ്രമുഖ CPIM നേതാവുമായ KV രാമകൃഷ്ണൻ അന്തരിച്ചു. വിഷുവിന് കണിക്ക് പ്രഥമ സ്ഥാനം. പ്രദേശവാസികൾക്ക് കണിക്കൊന്ന നൽകി മുൻ കൗൺസിലർ പ്രിയ വെങ്കടേഷ്. കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണം. അകത്തേത്തറയിൽ BJP DYFI തർക്കം. നാളെ വിഷു, കണിയൊരുക്കവുമായി ഹൈന്ദവ സമൂഹം. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത്. അടുത്ത ഒരു കൊല്ലത്തെ കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷുവിന് പ്രാധാന്യമുണ്ട്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടം 1-ന് മേടവിഷുവും തുലാം 1-ന് തുലാവിഷുവും ഉണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷ്ണു എന്നും പറയുന്നു. വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമിയും ഒത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമിയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ നരകാസുരൻ മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവൻ, വസുവിഭാസു, നഭസ്വൻ, അരുൺ ആദിയായ അസുര പ്രമുഖരെയെല്ലാം അവർ നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാലാരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത്. മറ്റൊന്ന്, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിന്റെ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന്റെ കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യന് നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്നത് രാവണവധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു. വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. അരി, നെല്ല്, അലക്കിയ മുണ്ട്, സ്വർണം, വാൽക്കണ്ണാടി, കണിവെള്ളരി, കണിക്കൊന്ന, വെറ്റില, അടയ്ക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, മാമ്പഴം, പഴുത്ത ചക്ക, പഴം, കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക്, നാളികേരപാതി, ശ്രീകൃഷ്ണന്റെ വിഗ്രഹം എന്നീ സാധനങ്ങൾ ഉപയോഗിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. കണി ഒരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ്. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. വിഷുഫലം പറയുന്ന രീതി പണ്ടുകാലത്ത് സാർവത്രികമായിരുന്നു. പണിക്കർ വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ച് പറയുന്ന രീതിയാണിത്. ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചുള്ള കണക്കാണത്. എത്ര പറ മഴ കിട്ടും, മഴ ഇടിമിന്നലോട് കൂടിയാവുമോ, കാറ്റുണ്ടാവുമോ എന്നൊക്കെ വായിച്ചു കേൾപ്പിക്കും. വിഷു സംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത്. അവർക്ക് ഇതിനായി ലഭിക്കുന്ന പ്രതിഫലത്തെ യാവന എന്നാണ് പറയുക. വിഷുഫലം സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ അടിസ്ഥാനമാക്കി വിഷുഫലം പ്രവചിക്കുന്ന രീതി പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു. ജില്ലയിലെ മുതിർന്ന കർഷക പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KV രാമകൃഷ്ണൻ അന്തരിച്ചു. ദേശാഭിമാനി ബാലരംഗത്തിലൂടെ പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ദേശാഭിമാനി ബാലരംഗം ഉത്തരമേഖല പ്രസിഡന്റായി. 1969 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗമായി. കപ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗം, KSYF ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ തൃത്താല മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. 1972 മുതൽ 79 വരെ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി. 1980 പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം. 1981 CPIM അട്ടപ്പാടി ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. പിന്നീട് മലമ്പുഴ, പുതുശ്ശേരി, ചിറവൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ ഏരിയ സെക്രട്ടറിയായി. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനം തുടർന്ന് സംസ്കൃതം പഠിച്ചു. കർഷക സംഘം പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, തുടർന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. 2009 മുതൽ 2021 വരെ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി, AIKC, CKC എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. നിലവിൽ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം. അനാരോഗ്യം മൂലം വിശ്രമത്തിലായിരുന്നു. പഴയ പാലക്കാട് ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ കുമരനെല്ലൂർ. 1950 ഏപ്രിൽ 8-ന് ജനനം. പിതാവ് കുണ്ടുകുളങ്ങര വളപ്പിൽ
വളപ്പിൽ രാമൻ, മാതാവ് അമ്മു, ഭാര്യ MK ചന്ദ്രികാദേവി, മക്കൾ KV രാഗിൽ, KV രതിൻ, നിലവിൽ കണ്ണാടി കണ്ണമ്പരിയാരത്ത് താമസം. വിഷുവിനെ പറ്റി പറയുമ്പോൾ കണിക്കൊന്നയെ ഒഴിവാക്കാനാവില്ല. കണിക്കൊന്നയില്ലാത്ത ഒരു വിഷുക്കണി സങ്കല്പിക്കാൻ സാധ്യവുമല്ല. രാമനാഥപുരത്ത് മുൻ നഗരസഭാ അംഗം പ്രിയ വെങ്കടേഷിന്റെ വീട്ടിൽ കഴിഞ്ഞ 25 വർഷമായി വിഷു തലേന്ന് വരുന്നവർക്കെല്ലാം സൗജന്യമായി കണിക്കൊന്ന നൽകുന്നു. വിഷുക്കാലമാകുന്നതോടെ കൊന്നകൾ പൂത്തുലയുന്നു. വിഷുവിന് കണിയൊരുക്കാൻ പ്രധാനമായ കണിക്കൊന്നയ്ക്കുമുണ്ട് ഐതിഹ്യം. ക്ഷേത്ര പൂജാരി അമ്പലം അടച്ചു പോകുമ്പോൾ ചെറിയൊരു കുട്ടി ചുറ്റുമതിലിനകത്ത് പെട്ടുപോകുന്നു. കുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തന്റെ അരഞ്ഞാണം കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. പൂജാരി വന്ന് വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിലിനകത്തെ ദേവാഭരണം കുട്ടിയുടെ കയ്യിൽ കാണുകയും ശോഭിക്കുകയും ചെയ്യുന്നു. കരഞ്ഞുകൊണ്ട് കുട്ടി വലിച്ചെറിഞ്ഞ അരഞ്ഞാണം ചെന്ന് തങ്ങിയത് തൊട്ടടുത്തുള്ള മരത്തിലാണ്. കുലകുലയായി പൂക്കളുടെ രൂപത്തിൽ അത് മരം മുഴുവൻ തൂങ്ങിക്കിടന്നതാണ് കണിക്കൊന്നയുടെ ഐതിഹ്യം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണം ചെയ്തതിനെ തുടർന്ന് അകത്തേത്തറയിൽ BJP DYFI തർക്കം. അകത്തേത്തറ റെയിൽവേ മേൽപ്പാലത്തിനടുത്ത് നടന്നുകൊണ്ടിരുന്ന അരി വിതരണം നിർത്തണമെന്ന് DYFI പ്രവർത്തകർ ആവശ്യപ്പെട്ടതോടെയാണ് തമ്മിൽ തർക്കമുണ്ടായത്. ഇതോടെ ഹേമാംബിക നഗർ പോലീസ് എത്തി അരി വിതരണം നിർത്തിവെച്ചു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അരി വിതരണം തുടങ്ങിയത്. 29 രൂപയ്ക്ക് 10 കിലോ വീതം 400 പേർക്കാണ് അരി വിതരണം ചെയ്യാൻ കൊണ്ടുവന്നിരുന്നത്. അരി വിതരണം ചെയ്യുന്നതറിഞ്ഞ് 9 മണിയോടെ DYFI പ്രവർത്തകർ സ്ഥലത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചാണ് അരി വിതരണമെന്ന് DYFI ആരോപിച്ചു. തുടർന്ന് അരി വിതരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന BJP പ്രവർത്തകരും DYFI പ്രവർത്തകർക്കെതിരെ രംഗത്തെത്തിയതോടെ തർക്കം രൂക്ഷമായത്. ഹേമാംബിക പോലീസ് സ്ഥലത്തെത്തി. സംഘർഷമുണ്ടാകാതിരിക്കാൻ അരി വിതരണം നിർത്തണമെന്ന് BJP പ്രവർത്തകരോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് തർക്കമുണ്ടായെങ്കിലും അരി വിതരണത്തിനെത്തിയവർ പിന്നീട് തിരികെ പോയി. ഇടത് സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി R ബിന്ദു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അവരുടെ വിജയത്തിനായി വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി R ബിന്ദു. സ്റ്റുഡന്റ് സമിറ്റീസ് വിദ്യാർത്ഥി സംവാദ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് മന്ത്രി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മന്ത്രി മറുപടി നൽകി. ഗ്രാമീണ ജനസമൂഹവുമായി സംവദിച്ച മന്ത്രി R ബിന്ദു നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. രാവിലെ ഓങ്ങല്ലൂർ, തിരുവേഗപ്പുറ ചെമ്പ്രവചനമഠം, വിളയൂർ പഞ്ചായത്തിലെ കൂപ്പൂത്ത്, കൊപ്പം പഞ്ചായത്തിലെ വീറ്റ്നാമ്പടി എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലാണ് മന്ത്രി പങ്കെടുത്തത്. വിദ്യാർത്ഥി സമ്മിറ്റിന് ശേഷം വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട്, കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ടുംതറ, കൊപ്പം പഞ്ചായത്തിലെ ആമിയൂർ കിഴക്കേക്കര, മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടിരി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും മന്ത്രി പങ്കെടുത്തു. LDF നേതാക്കളായ TK നാരായണദാസ്, NP വിനയകുമാർ, സുബൈദ ഇസാഖ്, T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, M ശങ്കരൻകുട്ടി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കോഴിയിറച്ചി വില റെക്കോർഡിലേക്ക്. 1 കിലോ കോഴിയിറച്ചിക്ക് 260 രൂപയായി. 1 കിലോ കോഴിക്ക് 180-190 രൂപ നൽകണം. ഒരാഴ്ചക്കിടെ മാത്രം 80 രൂപയാണ് വർദ്ധിച്ചത്. ചൂട് കാരണം സംസ്ഥാനത്ത് ഇറച്ചിക്കോഴികളുടെ ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് ഗണ്യമായി കുറഞ്ഞതുമാണ് വില വർധനയ്ക്ക് കാരണം. അടുത്ത ആഴ്ചകളിൽ കോഴി ഇറച്ചി വില ഇനിയും വർദ്ധിക്കുമെന്നാണ് മാർക്കറ്റിൽ നിന്നുള്ള സൂചന. അതേസമയം ഫാമുകളിൽ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുകയാണെന്നും വില വർധന സാധാരണക്കാരനെയും ഹോട്ടൽ ഉടമകളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് കോഴി തീറ്റയെടുക്കുന്നത് കുറയുകയും വെള്ളം കുടിക്കുന്നത് കൂടുകയും ചെയ്യുന്നതിനാൽ കോഴികൾക്ക് തൂക്കം കുറയുന്നു. സംസ്ഥാനത്ത് പ്രതിദിനം 8-10 ലക്ഷം കോഴികൾ വരെയാണ് വിൽപ്പന നടത്തുന്നത്. മിക്കയിടത്തും പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെറുകിട കോഴി ഫാമുകൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും പ്രതിസന്ധികളുമെല്ലാം കാരണം ഇത്തരം ഫാമുകൾക്ക് പൂട്ടുവീഴുന്ന സ്ഥിതിയാണ്. 35-40 രൂപയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ നിലവിലെ വിലയെങ്കിലും 90-100 രൂപയാണ് സംസ്ഥാനത്ത് 1 കിലോ കോഴി ഉൽപാദനത്തിനുള്ള ചെലവ് വരുന്നത്. കേരളത്തിൽ ഉൽപാദനം കുറയുന്ന സമയങ്ങളിലാണ് തമിഴ്നാട് ലോബികൾ വില കൂട്ടുന്നത്. കോഴി ഫാമുകൾ നടത്തുന്നവർക്ക് കോഴിക്കുഞ്ഞിന്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചെലവ് എന്നിവയടക്കം 1 കിലോ കോഴി ഉൽപാദനത്തിന് 90-100 ചെലവ് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് വളരെ കുറവുമാണ്. കോഴി വില ഉയരുന്നതനുസരിച്ച് ഹോട്ടൽ ഭക്ഷണശാലകളിലെല്ലാം കോഴി വിഭവങ്ങൾക്കും വില കൂടുന്ന സ്ഥിതിയാണ്. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം.
ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കോങ്ങാട് കീരിപ്പാറയിൽ കാണാതായ യുവാവിനെ കോറിക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കീരിപ്പാറ ചാത്തമ്പള്ളിയാലിൽ കോറിക്കുളത്തിലാണ് പുലാപ്പറ്റ കോണിക്കഴി ഡോക്ടർ രമേശ് ബാബുവിന്റെ മകൻ രാമകൃഷ്ണൻ 22-നെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11:30ഓടെയാണ് മൃതദേഹം കുളത്തിൽ പൊങ്ങിയത്. കോങ്ങാട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൈമാറി. വ്യാഴാഴ്ച കോറിക്കുളത്തിൽ യുവാവ് അകപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തിയിരുന്നു. ഗതാഗത യോഗ്യമായതോടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ സന്ദർശകരുടെ തിരക്കേറി. പെരുന്നാൾ ദിനമായ ബുധനാഴ്ച നിരവധി പേർ ഉദ്യാനത്തിന്റെ മനോഹാരിത നുകരാനും ഉല്ലസിക്കാനുമായി എത്തി. ബുധനാഴ്ച 80,410 രൂപയാണ് വരുമാനം. കാഞ്ഞിരപ്പുഴ മേഖലയിൽ അനുഭവപ്പെടുന്ന കനത്ത ചൂടിനെയും അവഗണിച്ചാണ് നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മുതലാണ് സന്ദർശകരുടെ തിരക്ക്. ഉദ്യാനത്തിലെത്തിയാൽ ഉല്ലസിക്കാനും സൗകര്യങ്ങൾ ഏറെയാണ്. കുട്ടികൾക്കായി പെഡൽ കാർ ഉൾപ്പെടെയുള്ള വിനോദോപാധികളുമുണ്ട്. ചെക്ക് ഡാമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പെഡൽ ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. കുടുംബസമേതവും സഞ്ചരിക്കാം. ഉദ്യാനത്തിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്കും വൃദ്ധരായവർക്കും 15 രൂപയുമാണ്. വൈകുന്നേരങ്ങളിൽ മലനിരകളുടെ സൗന്ദര്യവും സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാമെന്നതും കാഞ്ഞിരപ്പുഴയെ സന്ദർശകരുടെ പ്രിയ ഇടമാക്കുന്നു. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരണം അവസാന ഘട്ടത്തിലാണ്. ഉദ്യാനത്തിന് മുൻവശം വരെ റോഡ് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റോഡ് തകർച്ച കാരണമുള്ള യാത്രാ ദുരിതത്താൽ സന്ദർശകർ കുറവായിരുന്നു. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. 2 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. അട്ടപ്പാടിയിൽ വീണ്ടും ആദിവാസി ശിശു മരിച്ചു. ആനക്കല്ല് ഊരിലെ രേഷ്മയുടെയും സമീഷിന്റെയും 2 മാസം പ്രായമുള്ള മകൾ സായിഷയാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച മരിച്ചത്. കഴിഞ്ഞ മാസം പനിയും വയറിളക്കവുമായാണ് അഗളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനിലയിൽ മാറ്റമില്ലാത്തതിനാൽ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്കും മാറ്റി. ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി. 4 ദിവസം മുൻപ് കൂക്കൻപാളയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി വഷളായതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കാർഷിക മേഖലയ്ക്ക് ഉണർവേകി നിക്ര പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിനായി പട്ടിത്തറയിൽ നിക്ര ഇനീഷ്യേറ്റീവ് ഓൺ ക്ലൈമറ്റ് റെസിലിയൻ പദ്ധതി ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സജീവം. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ വലിയ മാറ്റത്തിനാണ് തുടക്കമിട്ടിട്ടുള്ളത്. പ്രദേശത്ത് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുള്ള ചെറുധാന്യങ്ങളുടെയും പയറിനങ്ങളുടെയും കാലിത്തീറ്റ വിളകളുടെയും കൃഷിരീതി പ്രചരിപ്പിക്കാൻ ആവശ്യമായ പരിശീലനവും മുൻനിര പ്രദർശനങ്ങളും നടത്തി വരുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കൃഷി വകുപ്പ് ജീവനക്കാർ പട്ടിത്തറയിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി കാർഷിക നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അതത് ജില്ലകളിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ 5 ജില്ലകളിലാണ് കേന്ദ്ര പദ്ധതിയായ നിക്ര നടപ്പാക്കുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് പട്ടിത്തറ. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
13 പവൻ ആഭരണങ്ങൾ മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥയുടെ 13 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. പാലക്കാട് കോങ്ങാട് മാണിക്കശ്ശേരി പാലാട്ടുപറമ്പിൽ വിനിഷ മോളെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ NS രാജീവ് അറസ്റ്റ് ചെയ്തത്. ചെറുകര പുളിയങ്കാവ് വായനശാലയ്ക്ക് സമീപത്തെ തപാൽ വകുപ്പ് ജീവനക്കാരുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. പലപ്പോഴായി തന്റെ 13 പവനോളം ആഭരണങ്ങൾ കാണാതായതായി കഴിഞ്ഞയാഴ്ചയാണ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. പ്രതിയും വീട്ടുടമസ്ഥയും നല്ല സൗഹൃദത്തിലായിരുന്നതിനാൽ വീട്ടിൽ കയറുന്നതിന് തികഞ്ഞ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഈ സൗഹൃദം മുതലെടുത്ത് അലമാരയിലും പെട്ടിയിലുമായി സൂക്ഷിച്ചിരുന്ന സ്വർണം പലപ്പോഴായി കൈക്കലാക്കി പാലക്കാടും പെരിന്തൽമണ്ണയിലുമായി വിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരാതിയിൽ കേസെടുത്ത പോലീസിന്റെ അന്വേഷണം വിനിഷ മോളിലേക്ക് നീളുകയും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. ഭർത്താവിനും 2 കുട്ടികൾക്കൊപ്പമാണ് ഇവർ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കരിമ്പുഴ പ്ലാക്കൂടത്ത് ശക്തമായ മഴയിലും കാറ്റിലും മരച്ചില്ല വീണ് വീട് തകർന്നു. കരിമ്പുഴ പഞ്ചായത്ത് 1-ാം വാർഡ് പ്ലാക്കൂടം ഭാഗത്ത് ഇന്നലെയുണ്ടായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്ലാക്കൂടം കുന്നത്ത് പരേതനായ പോക്ക സുബൈദ എന്നിവരുടെ വീടിന്റെ മുകളിലേക്ക് മരം പൊട്ടി വീണ് വീട് തകർന്നു. ശക്തമായ ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന 4 പേരും പുറത്തേക്ക് ഇറങ്ങിയതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവായി. അടുത്തുള്ള വീടുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ട്. ആറ്റാശ്ശേരി, കരിപ്പമണ്ണ, കോട്ടപ്പുറം എന്നിവിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഏറെയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ജലവൈദ്യുത പദ്ധതികളുടെ പണി പൂർത്തിയാക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി വിൽക്കുന്ന കച്ചവട സ്ഥാപനമായി KCB മാറിയെന്ന് കേരള വൈദ്യുതി മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. സംസ്ഥാന അധ്യക്ഷൻ KV മധുകുമാർ ഉദ്ഘാടനം ചെയ്തു. K സുധാകരൻ അധ്യക്ഷനായി. TS അരുൺ, രാജേഷ് എഴുവന്തല, BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ K സുധാകരൻ പ്രസിഡന്റ്, MG സജിത് വർക്കിംഗ് പ്രസിഡന്റ്, P വിനോദ് സെക്രട്ടറി, C സഹദേവൻ, ഗജാൻജി. ആദിവാസി ശിശുവിന്റെ മരണം ചികിത്സാ പിഴവ് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മാർച്ച്. അട്ടപ്പാടി കാരറവൂരിലെ 70 ദിവസം പ്രായമായ ആദിവാസി ശിശു മരിക്കാനിടയായത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം സെക്രട്ടറി ടിൻഡു വർഗീസ് അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KP സാബു, നേതാക്കളായ ഷിബു സിറിയക്, ചിന്നസ്വാമി, ജോബി കുരിക്കട്ടിൽ, M കനകരാജ്, സെന്തിൽകുമാർ, MR സത്യൻ, MC ഗാന്ധി, അസീസ് കാര, KS ജോയ്, ബിജു, സതീഷ്, മണികണ്ഠൻ, കാളിമുത്തു എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. 6 വരി പാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ഹർജി ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി വിശദീകരണം തേടി. വടക്കഞ്ചേരി മണ്ണൂത്തി 6 വരി പാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടി. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. വാണിയമ്പാറ സ്വദേശി ജോർജ് ഫിലിപ്പാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 6 വരി പാതയിലെ ടോൾ തുകയിൽ 64.6% ഈടാക്കുന്നത് തുരങ്കത്തിലൂടെയുള്ള യാത്രയ്ക്കാണെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് മറുപടി ലഭിച്ചിരുന്നു. ഈ രേഖകൾ ഉൾപ്പെടെ ജോർജ് ഫിലിപ്പ് ഹർജിയിൽ
ഹർജിയിൽ സമർപ്പിച്ചിരുന്നു. സർവീസ് റോഡ് പൂർത്തിയാകാത്തത്, ചാൽ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ, വഴിവിളക്കുകൾ, നടപ്പാതകൾ, സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഇല്ലെന്ന് ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തിലും ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ജനുവരിയിലാണ് കോൺക്രീറ്റിംഗിനായി ഇടതു തുരങ്കം അടച്ചത്. വലതു തുരങ്കത്തിലൂടെ ഒറ്റവരിയായാണ് ഇരുദിശകളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. യാത്രാ സുഗമമല്ലാതായതോടെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ടോൾ കമ്പനി അധികൃതർ പരിഗണിച്ചില്ല. ചുള്ളിയാർ ഡാം മിനുക്കംപാറയിൽ നാളികേരവും കാവിൽമാടവും കത്തിനശിച്ചു. ചുള്ളിയാർ ഡാം മിനുക്കംപാറ കളത്തിലെ തെങ്ങിൻതോപ്പിൽ സൂക്ഷിച്ചിരുന്ന 3000-ഓളം നാളികേരം തീപിടിച്ച് നശിച്ചു. സരോജിനി ശ്രീരാമിന്റെ തോട്ടത്തിൽ വിൽപ്പനയ്ക്കായി എത്തിയ നാളികേരങ്ങളാണ് അർദ്ധരാത്രി കത്തി നശിച്ചത്. തേങ്ങ കൂട്ടിയിട്ട് അതിന് മുകളിൽ തെങ്ങ് മടയിലിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പെട്രോളോ മറ്റോ ഒഴിച്ച് കത്തിച്ചതാകാമെന്നാണ് നിഗമനം. ഭാഗികമായി തകർന്ന 500-ഓളം നാളികേരങ്ങൾ ഉണ്ടായിരുന്നു. കളത്തിനടുത്തുള്ള കാവൽപുരയും അഗ്നിക്കിരയായി. ആരാണ് ചെയ്തതെന്ന് വ്യക്തമല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാളെ വിഷു, ആഘോഷങ്ങൾ പെരുമഴയാക്കാൻ നാടും നഗരവും. കർഷക പ്രസ്ഥാനത്തിന്റെ സമരക്കാരനും പ്രമുഖ CPIM നേതാവുമായ KV രാമകൃഷ്ണൻ അന്തരിച്ചു. വിഷുവിന് കണിക്ക് പ്രഥമ സ്ഥാനം. പ്രദേശവാസികൾക്ക് കണിക്കൊന്ന നൽകി മുൻ കൗൺസിലർ പ്രിയ വെങ്കടേഷ്. കേന്ദ്ര സർക്കാരിന്റെ അരി വിതരണം, അകത്തെ തറയിൽ BJP DYFI തർക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.